വിഴിഞ്ഞം പദ്ധതി അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടവരാണ് പ്രതിപക്ഷമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കലാപമുണ്ടാക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിച്ചത്. കേന്ദ്ര സർക്കാരാണ് ക്ഷണിക്കുന്നവരുടെ പട്ടികയിൽ അന്തിമ തീരുമാനം എടുക്കുകയെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ഇത് ആലോചിച്ചത്. ഇതിന്റെ തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കുമായിരുന്നു. അതിനെ തുരങ്കം വെച്ചത് വേണ്ട, അദാനിക്ക് നൽകണം എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലാണ്. കൊച്ചി എയർപോർട്ട് പോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു ഇത്. അത് അദാനിക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അന്നേ ഞങ്ങൾ ശക്തിയായി പറഞ്ഞാണ് അന്ന് ആ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരിപാടി മുന്നോട്ടേക്ക് പോയ പശ്ചാത്തലത്തിൽ കോൺഗ്രസുകാരും BJPക്കാരും പറഞ്ഞ പോലെ ഈ പദ്ധതി ഇനി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അത് ക്രിയാത്മകമായ നിലപാടാണ് ഞങ്ങളെ. അതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടന്നത്. പ്രതിപക്ഷ നേതാവിനൊന്നും അപമാനിച്ചിരുന്നില്ല. പ്രതിപക്ഷ നേതാവിനെല്ലാം ശരിക്കും വിളിക്കുക ചെയ്ത് ലിസ്റ്റെല്ലാം കേന്ദ്ര മന്ത്രിയുടെ ഓഫീസിലാണ് കൊടുത്തത്. അവരാണ് തീരുമാനിച്ചത് ആളെ. അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ വരുന്നത്. എന്താ ഞങ്ങളാരും വരാത്തത്? അപ്പോ അമ്മാതിരി വർത്തമാനത്തിനൊന്നും വലിയ കാര്യമില്ല.